നെക്സ്റ്റ് മെത്തേഡ്, നെക്സ്റ്റ് കേസ് അല്ല, നെക്സ്റ്റ് മെത്തേഡ് ഫിഫോ മെത്തേഡ്. ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് തേർഡ് കേസാണ്. തേർഡ് കേസിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ഉണ്ട്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ഉണ്ട്, ലോസ് ഇല്ല. ഇനി ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ കേസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡ് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അതിൽ ആദ്യത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആവറേജ് കോസ്റ്റ് മെത്തേഡ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞേ, ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ യൂണിറ്റ്സ് നമ്മൾ മെർജ് ചെയ്യും. ഇതിനോടുകൂടി ആ വർഷത്തെ പ്രൊഡക്ഷൻ, ഫിനിഷ്ഡ് പ്രൊഡക്ഷനോടുകൂടി മെർജ് ചെയ്ത് കാണിക്കും. അതാണ് ആവറേജ് കോസ്റ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത. ഇനി നെക്സ്റ്റ് മെത്തേഡ്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന നെക്സ്റ്റ് മെത്തേഡ് ഈസ് FIFO മെത്തേഡ്. FIFO നമുക്കറിയാം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, യൂണിറ്റ്സ് എൻറ്റേർഡ് ഫസ്റ്റ് ആർ കംപ്ലീറ്റഡ് ഫസ്റ്റ് by taking into consideration the amount, the percentage of work to be done. ശ്രദ്ധിക്കണേ, പെർസെൻറ്റേജ് ഓഫ് വർക്ക് ടു ബി ഡൺ. ഇനി എത്ര പെർസെൻറ്റേജ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന് നമ്മൾ നോക്കും. പ്രോബ്ലം ചെയ്യും, അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒന്ന് കേക്ക്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കേസാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡീൽ ചെയ്യാൻ വേണ്ടി വി ക്യാൻ ഫോളോ സെവറൽ മെത്തേഡ്സ്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്, നമ്മളത് ഡീൽ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തത് ഫിഫോ മെത്തേഡ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ദാറ്റ് മീൻസ് യൂണിറ്റ്സ് എൻറ്റേർഡ് ഫസ്റ്റ് ആർ ക്ലിയർഡ് ഫസ്റ്റ്. FIFO മെത്തേഡ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഓർത്തിരിക്കാനുള്ളത്, പെർസെൻറ്റേജ് ഓഫ് വർക്ക് ടു ബി ഡൺ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് അല്ല, പെർസെൻറ്റേജ് ഓഫ് വർക്ക് ടു ബി ഡൺ. ഇപ്പോൾ സപ്പോസ് 40% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുക, ബാലൻസ് 60% ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതാണ് ഈ മെത്തേഡിൻ്റെ പ്രത്യേകത. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. പേജ് നമ്പർ 1/1.27 നോട്ട് ചെയ്യണേ. പേജ് നമ്പർ 1/1.27, പ്രോബ്ലം നമ്പർ 14. അതിൽ നമ്മളോട് പറയണത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 യൂണിറ്റ്സ് ഉണ്ടെന്നാണ് നമ്മളോട് പറയണത്. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. യൂണിറ്റ്സ് എൻറ്റേർഡ് ഇൻ ടു ദി പ്രോസസ് 8000 ആണ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പ്രോബ്ലത്തിൽ ക്ലിയർ ആണ്. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിരിക്കുന്നത് 2000 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത് 9,500 റുപ്പീസ് ആണ്. മെറ്റീരിയൽസ് 100% കംപ്ലീറ്റഡ് ആണ്. ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് 60% കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? 60 കംപ്ലീറ്റഡ് ആണെങ്കിൽ ബാലൻസ് 40 ടു ബി കംപ്ലീറ്റഡ്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ദി സ്പെഷ്യൽ ഫീച്ചർ ഓഫ് FIFO മെത്തേഡ്. നമ്മൾ ആസ് യൂഷ്വൽ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് വരയ്ക്കണം. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് വേണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് യൂഷ്വൽ പ്രോസസ് അക്കൗണ്ട്. ദീസ് ആർ ദി 4 items. പ്രോബ്ലം ക്ലിയർ അല്ലേ? നമ്മളോട് പറയണത് 2000 യൂണിറ്റ്സ് ആർ എൻറ്റേർഡ്. 2000 യൂണിറ്റ്സ് ആണ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. 8000 യൂണിറ്റ്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. 2000 ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. എല്ലാ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ക്ലിയർ ആയിട്ട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. ഏതാ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. നമ്മൾ കോളംസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു കോളം ഇൻപുട്ടിന് പ്രൊവൈഡ് ചെയ്യാം, ഒരു കോളം ഔട്ട്പുട്ട്. സെക്കൻഡ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. അതിനെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. മെറ്റീരിയൽ ഉണ്ട്, നെക്സ്റ്റ് ലേബർ ആൻഡ് ഓവർ ഹെഡ്സ്. നമ്മൾ സാധാരണ ഒരുമിച്ചാണ് പ്രൊവൈഡ് ചെയ്യുക, ലേബർ ആൻഡ് ഓവർ ഹെഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ സെയിം ആണ്. എല്ലാ പ്രോബ്ലത്തിലും സെയിം ആണ്. ഇനി സെയിം അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കോളം പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ മെറ്റീരിയൽസിൽ നമുക്ക് വീണ്ടും രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. പെർസെൻറ്റേജ് ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്. ഇവിടെ പെർസെൻറ്റേജ് ഉണ്ട്, യൂണിറ്റ്സ്. നമ്മൾ തേർഡ് കേസാണ് ഡീൽ ചെയ്യണത്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. തേർഡ് കേസിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്നത് കൊണ്ട് പല മെത്തേഡ് യൂസ് ചെയ്യും. ഫസ്റ്റ് മെത്തേഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് FIFO മെത്തേഡ്. ഇവിടെ നമുക്ക് രണ്ട് കോളാക്കാം, ഐറ്റവും യൂണിറ്റ്സ്. ഇൻപുട്സ് അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ വന്നാലും
മതി. ഇനി നോക്കാം. ഇൻപുട്ട് എത്രയുണ്ട്? 2000 ഓപ്പണിംഗ് കൊണ്ട് 8000 യൂണിറ്റ്സ് ആർ എൻറ്റേർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് എത്ര യൂണിറ്റ്സ് ആണ്? 10,000 യൂണിറ്റ്സ് ആണ് നമ്മുടെ ഇൻപുട്ട്. 2000 യൂണിറ്റ്സ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, 8000 യൂണിറ്റ്സ് ആർ എൻറ്റേർഡ് ഇൻ ടു ദിസ് പ്രോസസ്. അങ്ങനെ ടോട്ടൽ ഇൻപുട്ട് 10,000 യൂണിറ്റ്സ് ആണ്. ഇനി അതിൽ നോക്കാം, അതിലെങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. ഐറ്റം നോക്കിയേ. ഐറ്റത്തിൽ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്ര യൂണിറ്റ് ഉണ്ടെന്ന് പ്രോബ്ലത്തിൽ പറയുന്നുണ്ട്? 2000 യൂണിറ്റ്സ്. കഴിഞ്ഞ കേസിൽ ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ ഈ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ എടുത്തില്ല, അത് ഫിനിഷ്ഡ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ മെർജ് ചെയ്തു. ഇവിടെ നമ്മൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് കൺസിഡർ ചെയ്യണം. മെത്തേഡിൻ്റെ പേര് മാറി, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 2000 ആണ്. ഇനി നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, പെർസെൻറ്റേജ് ഓഫ് വർക്ക് ടു ബി ഡൺ. പെർസെൻറ്റേജ് ഓഫ് വർക്ക് ടു ബി ഡൺ. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കേസിൽ പ്രോബ്ലത്തിൽ പറയുന്നത് നോക്കി, എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് എന്നാണ്? മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ബാലൻസ് ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് നില്ലിടാം. നില്ലിട്ടത് എന്താണെന്ന് സംശയം വരരുത്. 100% കംപ്ലീറ്റ് ആണ് മെറ്റീരിയൽസ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുക ഏതാണ്? പെർസെൻറ്റേജ് ഓഫ് വർക്ക് ടു ബി ഡൺ. ടു ബി ഡൺ ഇല്ല നമുക്ക്, അതുകൊണ്ട് മെറ്റീരിയൽസിൻ്റെ കേസിൽ ഇട്ടു. ലേബർ ആൻഡ് ഓവർ ഹെഡ് എന്താ പറയുന്നത് നോക്കിയേ, 60% കംപ്ലീറ്റ് ആണ് അല്ലേ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേ, 60 അല്ലേ? ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് 60% കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ടു ബി കംപ്ലീറ്റഡ് എത്രയുണ്ട്? ബാലൻസ് ടു ബി കംപ്ലീറ്റഡ് ഈസ് 40%. കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബാക്കി നമുക്ക് 40% ഉണ്ട്. അപ്പോൾ എത്ര യൂണിറ്റ് വരും? 40% കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈക്വലന്റ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? വി ആർ കൺവേർട്ടിങ് ഇൻറ്റു കംപ്ലീറ്റഡ് യൂണിറ്റ്സ് അല്ലേ. കംപ്ലീറ്റ് ചെയ്യാത്തതിനെ കംപ്ലീറ്റ് ചെയ്ത യൂണിറ്റ്സിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2000 യൂണിറ്റ്സ് 40% കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 800 യൂണിറ്റ്സ് ഫുള്ളി കംപ്ലീറ്റഡ് അല്ലേ. അതാണ് നമ്മൾ ആദ്യത്തെ ദിവസം പഠിച്ചത്. ഈക്വലന്റ് പ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ 2000 യൂണിറ്റ്സ് ആണ് ഏത്? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉള്ളത്. മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ്, ഇനി കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയില്ല. ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് ആണെങ്കിൽ 60% ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്, ബാലൻസ് ടു ബി കംപ്ലീറ്റഡ് ഈസ് 40%. ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ എടുക്കുക എന്താ? ബാലൻസ് ടു ബി കംപ്ലീറ്റഡ്. ഇങ്ങനെ നോക്കുമ്പോൾ 40% കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ 800 യൂണിറ്റ്സ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഐറ്റം ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ. ഫിനിഷ്ഡ് പ്രൊഡക്ഷനും ഉണ്ട്, അതുകൂടെ എഴുതുകയാണ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ എത്ര വരും? അല്ലെങ്കിൽ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയാണെന്ന് പറഞ്ഞ് 2000 യൂണിറ്റ്സ് ആണ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 2000 യൂണിറ്റ്സ് ആണ്. നമ്മുടെ ഇൻപുട്ട് എത്രയാണ് ഉള്ളത്? ഇൻപുട്ട് 10,000 യൂണിറ്റ്സ് ആണ്. ഈ 10,000 യൂണിറ്റ്സിൽ 2000 യൂണിറ്റ്സ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, 2000 യൂണിറ്റ്സോ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ആ വർഷത്തെ പ്രൊഡക്ഷൻ എത്രയുണ്ട്? ബാലൻസ് 6000 യൂണിറ്റ്സ് ആണ് ആ വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ആ വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് 6000 യൂണിറ്റ്സ് ആണ്. 8,000 യൂണിറ്റ്സ് ആർ എൻറ്റേർഡ് ഇൻ ടു ദാറ്റ് പ്രോസസ്. പ്രോബ്ലത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 8,000 യൂണിറ്റ്സ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. 2000 യൂണിറ്റ്സ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ആ വർഷം ഫിനിഷ് ചെയ്തത് 6000 യൂണിറ്റ്സ് ആണ്. 2000 യൂണിറ്റ്സ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമ്മുടെ ഔട്ട്പുട്ട് 10,000 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇൻപുട്ട് 10,000 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് 8,000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, 2000 ഓപ്പണിംഗ് ആണ്. ഇനി ഔട്ട്പുട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 യൂണിറ്റ്സ് ആണ്. അതിൽ നമ്മൾ നോക്കേണ്ടത് പെർസെൻറ്റേജ് ഓഫ് വർക്ക് ടു ബി ഡൺ ആണ്. മെറ്റീരിയൽസ് ആസ് ഫാർ ആസ് മെറ്റീരിയൽസ് ആർ കൺസേൺഡ് ഇറ്റ് ഈസ് 100% കംപ്ലീറ്റ്. പിന്നെ ബാലൻസ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ പ്ലാൻ ഇട്ടിരിക്കുന്നത്, നില്ലിട്ടിരിക്കുന്നത്. ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് ആണെങ്കിലോ ടു ബി 60% കംപ്ലീറ്റ് ആണ്, ബാലൻസ് ടു ബി കംപ്ലീറ്റഡ് ഈസ് 40%. അപ്പോൾ 2000 യൂണിറ്റ്സ് ആണ്. 2000 യൂണിറ്റ്സ് 40% കംപ്ലീറ്റ് ഈസ് ഈക്വൽ ടു വി ക്യാൻ സേ ദാറ്റ് 800 യൂണിറ്റ്സ് ഫുള്ളി കംപ്ലീറ്റഡ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ ആണ്. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ 6000 യൂണിറ്റ്സ് ആണ്. 8,000 യൂണിറ്റ്സ് നമ്മൾ എൻ്റർ ചെയ്തു, യൂണിറ്റ്സ് എൻറ്റേർഡ് ആണ്.
2000 ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. 6000 യൂണിറ്റ്സ് ആണ് ആ വർഷത്തെ ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ. ഈ ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 100% കംപ്ലീറ്റ് ആണ് അല്ലേ. അപ്പോൾ മെറ്റീരിയൽസ് 100%, 6000 യൂണിറ്റ്സ്. ലേബർ ആൻഡ് ഓവർ ഹെഡ്സും 100%, 6000 യൂണിറ്റ്സ്. ഇനി നമുക്ക് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നോക്കാം. പെർസെൻറ്റേജ് പ്രോബ്ലത്തിൽ നോക്കണേ. 2000 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പറയുന്നത്. അത് എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആണെന്ന് നോക്കിയേ. 150-50 പറയണേ. മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ്. അപ്പോൾ 2000 യൂണിറ്റ്സ്. ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് ആണെങ്കിൽ 50% കംപ്ലീറ്റ് ഉള്ളൂ. ബാലൻസ് 50 ടു ബി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ 500 യൂണിറ്റ്സ്, 1000 യൂണിറ്റ്സ് വരും. 1000 യൂണിറ്റ്സ്. അപ്പോൾ മെറ്റീരിയൽസ് ആണെങ്കിൽ 100% കംപ്ലീറ്റ് ആണ് 2000. ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് കംപ്ലീഷൻ പറഞ്ഞിരിക്കുന്നത് 50% ആണ്. അപ്പോൾ 2000 യൂണിറ്റ്സ് 50% കംപ്ലീറ്റ് ഇസ് ഈക്വൽ ടു 1000 യൂണിറ്റ്സ് ഫുള്ളി കംപ്ലീറ്റ്. ഇനി നമ്മളിത് ടോട്ടൽ ചെയ്യാം. ഇവിടെ 10 യൂണിറ്റ്, ഇപ്പോൾ 10,000 യൂണിറ്റ്സ് വരും. ഇവിടെയാണെങ്കിലോ 8,000, 7,800, 7,800 യൂണിറ്റ്സ്. നോക്കട്ടെ, ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. ഈ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് FIFO മെത്തേഡ്. ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് FIFO മെത്തേഡ്. അപ്പോൾ ഇൻപുട്ട് നമുക്കറിയാം. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഇൻപുട്ട് 10,000 ആണ്. ഇനി ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെത്തേഡ് അനുസരിച്ച്, FIFO മെത്തേഡ് അനുസരിച്ച് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 ആണ്. നമ്മൾ എടുക്കേണ്ടത് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എടുക്കേണ്ടത് പെർസെൻറ്റേജ് ഓഫ് വർക്ക് ടു ബി ഡൺ ഓർ ടു ബി കംപ്ലീറ്റഡ്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ മെറ്റീരിയൽസ് ആണെങ്കിൽ 100% ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് നില്ലെടുക്കും നമ്മൾ. ഇനി ലേബർ ആൻഡ് ഓവർ ഹെഡ് ആണെങ്കിലോ 60% കംപ്ലീറ്റഡ് ആണ്. ബാലൻസ് ടു ബി കംപ്ലീറ്റഡ് ഈസ് 40%. അതുകൊണ്ടാണ് നമ്മൾ 800 എഴുതിയത്. 2000 ഇൻറ്റു 40%, അങ്ങനെയാണ് 800 യൂണിറ്റ്സ് വന്നത്. ഇനി ഇത് ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. അതുകൊണ്ട് 6000 തന്നെ. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ സ്ഥിതി ഒന്ന് നോക്കിയേ. 2000 യൂണിറ്റ്സ് ആണ്. മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ് 2000. ലേബർ ആൻഡ് ഓവർ ഹെഡ് ആണെങ്കിലോ പകുതിയെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 1000 യൂണിറ്റ്സ്. അങ്ങനെ ടോട്ടൽ 8,000 യൂണിറ്റ്സ് ഇൻ കേസ് ഓഫ് മെറ്റീരിയൽസ്. ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് 7,800. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. രണ്ടാമത്തേത് ഏതാ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. Second one is statement of cost. Statement of cost. നമുക്ക് എത്ര കോളംസ് വേണം? എലമെന്റ്സ് ഓഫ് കോസ്റ്റ് വേണം. കോസ്റ്റ് വേണം. ഈക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്, cost per unit. Elements of cost, cost, equivalent production units and cost per units. In elements of cost നമുക്കറിയാം material, labor and overheads. Cost പ്രോബ്ലത്തിൽ നോക്കുക എത്രയാണെന്നുള്ളത്. $96,000 material cost, 96,000 labor cost, 54,600 labor cost, 54,600 overheads നോക്കി എത്രയാണ്? 31,200, 31,200 ഇതാണ് overheads cost.
കഴിഞ്ഞ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു, മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്തു, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എമൗണ്ടും കൂടെ ആഡ് ചെയ്ത് കാണിച്ചു. അത് മെത്തേഡിൻ്റെ പേര് വേറെ ആയിരുന്നു, ആവറേജ് കോസ്റ്റ് ആയിരുന്നു. ദിസ് മെത്തേഡ് ഈസ് FIFO മെത്തേഡ്. അപ്പോൾ മെറ്റീരിയൽസ് 96,000, ലേബർ 54,600, ഓവർ ഹെഡ്സ് 31,200. ഈക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എത്രയാണെന്ന് മുകളിൽ നോക്കിയേ. മെറ്റീരിയൽ ആണെങ്കിൽ 8,000 ആണ്, ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് 7,600 ആണോ 800 ആണോ? 800 ആണ്. 7,800 ആണ് ലേബർ ചാർജസ്. നീറ്റാണേ. ഓവർ ഹെഡ്സും 7,800. മെറ്റീരിയൽസ് 8,000 യൂണിറ്റ്സ് ആണ്, ഈക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. ജസ്റ്റ് മുകളിലെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മതി. 8,000 യൂണിറ്റ്സ്, ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് 7,800. ഇനി നമ്മൾ പെർ യൂണിറ്റ് നോക്കുക എത്ര വരുന്നത്. 96,000 ഡിവൈഡ് ബൈ 8 എന്ന് പറയുമ്പോൾ 12. രണ്ടാമത്തെ നോക്കിയേ. 7,800 54,600 ഡിവൈഡഡ് ബൈ 7,800. 7. This one 4. നോക്കിട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ആണ്. ഇതിൽ നമ്മൾ 4 കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ ഫസ്റ്റ് വൺ മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ഇതെവിടെ കിട്ടിയത് 96,000 വിച്ച് ഇസ് ഗിവൺ ഇൻ ദി പ്രോബ്ലം. ഇനി 8,000 rupees ഈക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഒക്കെ എവിടെ നിന്ന് കിട്ടി. നമ്മുടെ ഈക്വലന്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി 8,000 യൂണിറ്റ്സ് ആണ് മെറ്റീരിയൽസിൽ വരുന്നത്. അങ്ങനെ പെർ യൂണിറ്റ് 12. ലേബർ ആണെങ്കിൽ 54,600 ലേബർ ചാർജസ് ഉണ്ട്. 7,800 ആണ് ഈക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. അങ്ങനെ പെർ യൂണിറ്റ് 7. ലാസ്റ്റ് ഓവർ ഹെഡ്സ് ആണ്. 31,200 ഈസ് ഓവർ ഹെഡ് ചാർജസ്. 7,800 യൂണിറ്റ്സ്. പിന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് 4. ടോട്ടൽ കോസ്റ്റ് 23. ടോട്ടൽ കോസ്റ്റ് 23. ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ? ഒന്നുകൂടെ നോക്കുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിൽ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഈ ഈക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമ്മൾ ഈക്വലന്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടി. ദീസ് എമൗണ്ട്സ് ആർ ഗിവൺ ഇൻ ദി പ്രോബ്ലം. ഇനി ഒരു വ്യത്യാസം വന്നത് ഫസ്റ്റ് കേസിൽ നിന്ന്, ഫസ്റ്റ് മെത്തേഡിൽ നിന്നുള്ളൊരു വ്യത്യാസം. ഇവിടെ നമ്മൾ മെറ്റീരിയൽ ആ വർഷത്തെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതേസമയം ആവറേജ് കോസ്റ്റ് മെത്തേഡ് ആണെങ്കിലോ കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് ഓൾസോ ആഡഡ്. മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇവിടെ ആഡ് ചെയ്തു. അതുപോലെ ലേബർ ചാർജസും ഓവർ ഹെഡ് ചാർജസും ഇവിടെ നമ്മൾ ആ വർഷത്തെ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ്. ഇതെന്തിനാ നമ്മൾ വരച്ചിരിക്കുന്നത്? ഫോർ ഫൈൻഡിങ് ഔട്ട് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ. Statement of evaluation. Columns are first column items, second elements of cost, equivalent production units, cost per unit, cost, total cost.
ഐറ്റംസ് നമ്മൾ നേരത്തെ വരച്ചതാണ്. ഐറ്റംസ്, എലമെൻറ്റ്സ് ഓഫ്, ഇവിടെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ എത്ര ഐറ്റം വരും? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ ഉണ്ട്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. സെക്കൻഡ് മെത്തേഡിലാണെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓപ്പണിംഗ് ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഐറ്റംസ്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്, ഈക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്, കോസ്റ്റ് പെർ യൂണിറ്റ്, കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. നോക്കാട്ടോ നമുക്ക് ഐറ്റംസ് നോക്കുക. ഫസ്റ്റ് വൺ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. എലമെൻറ്റ്സ് 3 എഴുതാം. മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്സ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കേസിൽ മെറ്റീരിയൽസിൽ ഉണ്ടോ എന്ന് നോക്കിയേ, ഇല്ല അല്ലേ. ഈക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇല്ല, വിച്ച് ഈസ് 100% കംപ്ലീറ്റ് ആണ് നമ്മൾ എടുക്കുക, ടു ബി കംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് ഈക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇല്ല. ഇനി ലേബർ നോക്കിയേ, ലേബർ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എത്രയാ? 800 അല്ലേ. ഒന്ന് നോക്കി, ഒന്നുകൂടി ചെക്ക് ചെയ്തേ. യൂണിറ്റ്സ് ആണ്. ഓവർ ഹെഡ്സ് ആണെങ്കിലും 800 യൂണിറ്റ്സ് ആണ്. കോസ്റ്റ് പെർ യൂണിറ്റ് നോക്കുക. ഏത് സ്റ്റേറ്റ്മെൻറ്റിൽ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ നോക്കി 12,7,4 എന്നല്ലേ. അപ്പോൾ 7 and 4. ഇനി മൾട്ടിപ്ലൈ ചെയ്തോ. 5,600, 3,200. അങ്ങനെ ടോട്ടൽ കംസ് ടു 8,800. അപ്പോൾ കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് 8,800. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ 3 എലമെൻസിലുള്ളതിൽ മെറ്റീരിയൽ നമ്മൾ ഇല്ല. എന്തുകൊണ്ടാണ്? മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ്, ഇനി കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയില്ല. അതുകൊണ്ട് ലേബർ ആൻഡ് ഓവർ ഹെഡ് നോക്കിയപ്പോൾ നമുക്ക് 800 യൂണിറ്റ്സ് ആണ് കിട്ടിയത്. പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് നിന്ന് കിട്ടി 7 and 4 ആണ്. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് 8,800. ക്ലിയറായോ? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് 8,800. ഇനി നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ നോക്കാം. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ എത്രയാണ് പറയുന്നത്? 6,000 യൂണിറ്റ്സ് ആണ് അല്ലേ. സോറി, കോൾ മറന്നുപോയി. units. Cost per unit 12,700 and 4. 72,000, 42,000, 24,000. Total 1,38,000 total. നമ്മുടെ ചെക്ക് ചെയ്തേക്കാം. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ, മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷനിൽ നമ്മൾ നോക്കി 6,000 യൂണിറ്റ്സ് ആർ ഫുള്ളി കംപ്ലീറ്റഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് അല്ലേ. അപ്പോൾ അത് ഇൻ ഓൾ റെസ്പെക്ട്സ് ഇത് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഒരു മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് 12 ആണ്. അങ്ങനെ 72,000, 42,000 and 24,000. ടോട്ടൽ 1,38,000 ആണ് ഏത് കോസ്റ്റ്? ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി ലാസ്റ്റ് ഐറ്റം ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. എത്രയാണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ യൂണിറ്റ്സ് നോക്കിക്കോട്ടെ. മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ്സ്. ഇതൊക്കെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കിട്ടിയതാണ്. കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം 12,700 and 4. 24,000, 7,000, 4,000. 24,000, 7,000, 4,000, 35,000.
കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. എല്ലാ ഐറ്റവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തേ. അതിൽ 3 ഐറ്റമാണ് നമുക്ക് വരിക. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2 ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ, ഫിനിഷ്ഡ് പ്രൊഡക്ഷനും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസും. അവിടെ ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 8000 യൂണിറ്റ്സ് ആണ്. അതായത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ 2000 യൂണിറ്റ്സ് മെർജ് ചെയ്തു പോകും. ഇവിടെ അങ്ങനെയല്ല, മെർജ് ചെയ്യേണ്ട. ഇത് മെത്തേഡിന്റെ പേര് തന്നെ ഫിഫോ മെത്തേഡ് എന്നാണ്. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കേസിൽ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ്. ഇനി കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയില്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് ഫിഗർ ഒന്നും വന്നില്ല. 800 യൂണിറ്റ്സ് ആണ് ലേബർ വരുന്നത്. ഈക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് 800 യൂണിറ്റ്സ് ആണ്. 7 രൂപയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. അങ്ങനെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ഓവർഹെഡ്സും ടോട്ടൽ ചെയ്തു. ടോട്ടൽ കംസ് ടു ₹8,800. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ്റെ 6000 ആണ്. 6000 × 23 എന്ന് ഒരുമിച്ച് ചെയ്താലും മതി. നമ്മൾ പ്രൊസീജിയർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അത് മാറ്റണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോൾ 6000 ₹12 വെച്ച് മെറ്റീരിയൽ, 6000 × 7 വെച്ച് ലേബർ, ഓവർഹെഡ്സ്, അങ്ങനെ ടോട്ടൽ 1,38,000. അടുത്തത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഈക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് 211 ആണ്. കോസ്റ്റ് പെർ യൂണിറ്റ് 1274. അങ്ങനെ ടോട്ടൽ 35,000. This is the third statement, which is statement of evaluation. Clear ആവുന്നുണ്ടോ? Statement of evaluation. ഇനി ലാസ്റ്റ് വൺ പ്രോസസ് അക്കൗണ്ട് ആണ്. Last one is process account. Process account. Also provided പ്രോസസ് അക്കൗണ്ട്. ഫസ്റ്റ് ഐറ്റം നോക്കി, ഡെബിറ്റ് സൈഡിൽ വരുന്ന ഫസ്റ്റ് ഐറ്റം ഏത് തന്നെയാണ്? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. 2000 റുപ്പീസാണ്. 2000 യൂണിറ്റ്സ് ആണ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതിൻ്റെ വാല്യൂ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. 9500 ആണ്. 5000 + 3000 + 1500 പ്രോബ്ലത്തിലുണ്ട്. 9.5 9500 rupees, which is given in the problem. Opening work in progress. Raw materials 8000 units നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ വാല്യൂ നമ്മൾ പ്രോബ്ലത്തിലുണ്ടല്ലോ 96,000. ലേബർ ആണെങ്കിൽ 54,600. ലേബർ ചാർജസ് 54,600. ഓവർഹെഡോ overheads amounts to 31,200. 31,200. Overheads 31,200. ഇനി ക്രെഡിറ്റ് സൈഡ് നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ. ആ വർഷം ഫിനിഷ് ചെയ്ത പ്രൊഡക്ഷൻ എത്രയുണ്ട്? 8,000 യൂണിറ്റ്സ് ഉണ്ട്. 6,000 യൂണിറ്റ്സ് ഉണ്ട്. ഇൻ അഡീഷൻ ആ വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 2000 കൂടിയല്ലേ, 2000 ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ആ വർഷം കംപ്ലീറ്റ് ചെയ്തത് 6 ആണ്. അങ്ങനെ ടോട്ടൽ 8,000. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ 8,000. അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ്റെ നോക്കാം. ഈ 8,000-ൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? ഓപ്പണിംഗ് 2,000 ഉണ്ട്. ആ വർഷത്തെ 6,000 ഉണ്ട് അല്ലേ? ബ്രാക്കറ്റിൽ നമുക്ക് ഫിഗർ എഴുതാം. ഓപ്പണിങ്ങിൻ്റെ വാല്യൂ എത്രയാണ്? ഓപ്പണിങ്ങിൻ്റെ വാല്യൂ ഇതിനാണ് 9,500. ഇവിടെ ഉണ്ട് 9,500 ഉണ്ട്. പ്ലസ്
8,800 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ഒന്ന് നോക്കിയേ, നമുക്ക് എത്ര രൂപ കിട്ടി? ഓപ്പണിങ്ങിൻ്റെ 8,800 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ 6,000ൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചുല്ലോ. 6,000ൻ്റെ 1,38,000 1,38,000 അതിന് ടോട്ടൽ 156,300. ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം കേട്ടോ. 156,300 ആണ് ഇതിൻ്റെ ടോട്ടൽ വരുന്നത്. നോക്കാം, നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 2,000 യൂണിറ്റ്സ് എൻ്റർ ചെയ്തു. അതിൻ്റെ കോസ്റ്റ് 9,500 ആണ്. ആ വർഷം നമ്മൾ 8,000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ കോസ്റ്റ് നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് ക്ലിയർ ആയതാണ്. ഇനി ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ, അതായത് ആ വർഷം നമ്മൾ ആ പർട്ടിക്കുലർ ഇയറിൽ മൊത്തം എത്ര കംപ്ലീറ്റ് ചെയ്തു? 6,000 യൂണിറ്റും കംപ്ലീറ്റ് ചെയ്തു. കൂടാതെ ഓപ്പണിംഗ് 2,000 നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓപ്പണിംഗ് 2,000ഉം 6,000 യൂണിറ്റ്സും ആ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഓപ്പണിംഗ് 2,000ൻ്റെ വാല്യൂ ഏത് വാല്യൂ? 6,000ൻ്റെ യൂണിറ്റ്സിൻ്റെ എമൗണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓപ്പണിങ്ങിൻ്റെ വാല്യൂ എത്രയൊക്കെ ഉണ്ട് നോക്കിയേ. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 2,000 യൂണിറ്റ്സിന് 9,500 ഉണ്ട്. കൂടാതെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ നിന്ന് നമുക്ക് ഓപ്പണിങ്ങിൻ്റെ വാല്യൂ ടു ബി കംപ്ലീറ്റഡ് നമ്മൾ പറഞ്ഞില്ലേ, 60% കംപ്ലീറ്റഡ് ആണ്. ബാലൻസ് ടു ബി കംപ്ലീറ്റഡ്, ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപയും കൂടെ വരും? 8,800 റുപ്പീസ് വരും. ഇത് ഏതിൻ്റെ കോസ്റ്റാണ്? 6,000 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റാണ്. അങ്ങനെ ടോട്ടൽ കംസ് ടു റുപ്പീസ് 1,56,300. ഇനി നെക്സ്റ്റ് ഐറ്റം ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2,000 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിലുണ്ട്. എത്രയാണെന്ന് നോക്കിയേ. 35,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ. ഇനി ഇത് ആഡ് ചെയ്യുക, അത് ടാലി ആവണം. ടോട്ടൽ 10,000 യൂണിറ്റ്സ് വരും. ടോട്ടൽ എമൗണ്ട് 1,91,300. ശരി, ഇതാണ് പ്രോസസ് അക്കൗണ്ട്സ്. ഇതൊന്നുകൂടെ നോക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. അത് FIFO മെത്തേഡാണ്. അതിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമുക്കറിയാം പെർസെൻറ്റേജ് ഓഫ് വർക്ക് ടു ബി ഡൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ മെറ്റീരിയൽസ് 100% കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനില്ല. ലേബർ ആൻഡ് ഓവർഹെഡ് ആണെങ്കിൽ 60% കംപ്ലീറ്റ് ആണ്. അപ്പോൾ ബാലൻസ് ടു ബി കംപ്ലീറ്റഡ് ഈസ് 40%. അപ്പോൾ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുക. ഞാൻ മാറ്റി കളഞ്ഞു. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ വരച്ചപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കാണിച്ചിട്ടുണ്ട്. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സും വന്നിട്ടുണ്ട്. 800 യൂണിറ്റ്സ് വന്നിട്ടുണ്ട്. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ, ആ വർഷം നമ്മൾ ഫിനിഷ് ചെയ്തത് എത്രയുണ്ട്? 8,000 യൂണിറ്റ്സ് എൻ്റർ ചെയ്തു. ആ വർഷം നമ്മൾ ഫിനിഷ് ചെയ്തത് 8 ആണ്. 8ൽ 2 ഓപ്പണിംഗ് അല്ലേ? അപ്പോൾ 6,000 യൂണിറ്റ്സ് ആണ് ആ പർട്ടിക്കുലർ ഇയറിൽ നമ്മുടെ കംപ്ലീറ്റഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 6,000 യൂണിറ്റ്സ് ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. നമ്മളത് കണ്ടുവച്ചു. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2,000 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ പ്രോബ്ലത്തിലുണ്ട് 150-50 എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കണ്ടുപിടിച്ചു. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമുക്ക് കിട്ടി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരച്ചത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. ഫോർ ഫൈൻഡിങ് ഔട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. നമ്മൾ കോളംസ് എല്ലാം വരച്ചു. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി. 1274 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് വന്നത് 8,800 റുപ്പീസാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ കിട്ടിയത്. അതുപോലെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കോസ്റ്റ് കിട്ടിയത് 35,000 ആണ്.
ആ വർഷം 6000 യൂണിറ്റ് നമ്മൾ ആ വർഷം ഫിനിഷ് ചെയ്തു. അതിൻ്റെ കോസ്റ്റ് വന്നത് 1,38,000 ആണ്. ഇനി പ്രോസസ് അക്കൗണ്ട് നമ്മൾ വരച്ചപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പോസ്റ്റ് ചെയ്തു 2000 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ എമൗണ്ട് 9,500 പ്രോബ്ലത്തിൽ നിന്ന് എടുത്തതാണ്. റോ മെറ്റീരിയൽസ് ആ വർഷം നമ്മൾ 8,000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ കോസ്റ്റ് ഓഫ് ₹96,000. ലേബർ ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് 54,600. ഓവർഹെഡ് ചാർജസ് 31,200. ക്രെഡിറ്റ് സൈഡിലേക്ക് പോയപ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ ഉണ്ട്. ആ വർഷം നമ്മൾ ഫിനിഷ് ചെയ്തത് 8,000 യൂണിറ്റ്സ് ആണ് നമ്മൾ ഫിനിഷ് ചെയ്തത് ഇൻക്ലൂഡിങ് ഓപ്പണിംഗ്. അപ്പോൾ 8,000 യൂണിറ്റ്സിൻ്റെ അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കും. ഒന്ന് ശ്രദ്ധിച്ചേക്ക്, ഈ 8,000 ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേ. 6,000 ഉണ്ട്, അതിൽ 2,000 ഉണ്ട് അല്ലേ. 2,000 എന്താ ഓപ്പണിംഗ് ആണ്. 6,000 ആ വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. 6,000ൻ്റെ കോസ്റ്റ് നമുക്ക് ഇവാലുവേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയത് 1,38,000 ആണ്. ഓപ്പണിങ്ങിൻ്റെ വാല്യൂ ഓപ്പണിംഗ് സ്റ്റോക്കിന് ഇവാലുവേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് 8,800 കിട്ടിയിട്ടുണ്ട്. പ്രോബ്ലത്തിൽ നമുക്ക് മെറ്റീരിയലും ലേബറും ഓവർഹെഡ് കോസ്റ്റും ആയിട്ട് എത്ര തന്നിട്ടുണ്ട്? 9,500 റുപ്പീസ് തന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ കംസ് ടു ₹1,56,300. അതാണ് എന്ത് ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് 1,56,300. ഇനി അടുത്തത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമുക്കറിയാം 2000 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ളത്. അതിൻ്റെ ഇവാലുവേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ കോസ്റ്റ് 35,000 ആണ്. പിന്നെ എല്ലാ ഐറ്റംസും പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദിസ് അക്കൗണ്ട് വിൽ ടാലി ഓട്ടോമാറ്റിക്കലി. നമ്മൾ നോക്കിയപ്പോൾ ടോട്ടൽ വന്നത് 1,91,300 ആണ്. ഇതാണ് പ്രോസസ് അക്കൗണ്ട്. ഏത് കേസാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തത്? തേർഡ് കേസ്. തേർഡ് കേസിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടി നേരത്തെ ഇതിന് മുന്നേ നമ്മൾ ഫോളോ ചെയ്തത് ഏത് മെത്തേഡാണ്? ആവറേജ് കോസ്റ്റ് മെത്തേഡാണ്. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത FIFO മെത്തേഡ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. യൂണിറ്റ്സ് എൻറ്റേർഡ് ഫസ്റ്റ് ആർ ക്ലിയർഡ് ഫസ്റ്റ് അല്ലേ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഇത് മാത്രം മനസ്സിലൊന്ന് വെച്ചാൽ മതി. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക പെർസെൻറ്റേജ് ഓഫ് വർക്ക് ടു ബി കംപ്ലീറ്റഡ് ഓർ ടു ബി ഡൺ. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രോബ്ലം ടെക്സ്റ്റ് ചെയ്യുന്ന എടുക്കുക, മെത്തേഡ് ഇത് നോക്കിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. നമ്മൾ ക്ലാസ്സിൽ പറയുന്ന അത്രയും നിങ്ങളുടെ ഫേസ് കാണാത്തതുകൊണ്ട് ക്ലാസ്സിൽ പറയുന്ന അത്രയും ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല. നോക്ക്, എന്നിട്ട് നമുക്ക് ഇനി നമ്മൾ ക്ലാസ്സിൽ നമുക്ക് നിങ്ങളെ നമുക്ക് 1-2 ദിവസം കിട്ടുകയാണെങ്കിൽ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യാം. ഓക്കെ.